ഹായ്, ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ചെന്നൈയിലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ എനിക്ക് പറഞ്ഞു തന്നാണ് ദിവസം വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെയൊന്ന് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവ ഒരു ചെറിയ ഒരു 10-15 മണി ഉലുവ ചതയ്ക്കുക. അതേപോലെ തന്നെ കുരുമുളക് ചതയ്ക്കുക. ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ചെറിയ ജീരകം ചതയ്ക്കണം. പക്ഷേ എനിക്കിത് ചെറിയ ജീരകം പൊടിയായിരുന്നു, കാരണം ഞാൻ ലാസ്റ്റ് ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇതിട്ടതിന് ശേഷം 3 വറ്റൽമുളക് ഇട്ടു. വറ്റൽമുളകും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ച മണം മാറണം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല ടേസ്റ്റാണ് ഇതിന്. ഈ രസത്തിനുള്ളത്. ഇതേപോലെ തന്നെ ഉണ്ടാക്കണം നിങ്ങൾ. ഇതേപോലെ ഉണ്ടാക്കുമ്പോഴാണ് അതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ നമ്മൾ കുറേ രസം തിളച്ചും കൊണ്ടേയിരിക്കും. അങ്ങനെ തിളയ്ക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ജീരകത്തിൻ്റെ പൊടി ഇട്ടു. ജീരകം നേരത്തെ ഇടണം, പക്ഷേ എൻ്റെ അടുത്ത് പൊടി ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇടാതിരുന്നത്. ഇപ്പോഴിട്ട് അതിന് ശേഷം ഉപ്പിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പിടുക. പിന്നീട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കരിവേപ്പില ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഇതേപോലെ രസം ഉണ്ടാക്കി എൻ്റെ ചാനലൊന്ന് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എന്നിട്ട് നമ്മൾ തക്കാളിയുടെ ഈ തക്കാളി ഉടഞ്ഞു പോവാൻ പാടില്ല കേട്ടോ. ഉടഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇങ്ങനെ ആരും നിങ്ങൾക്ക് രസം പറഞ്ഞു തരില്ല. അപ്പോൾ നമ്മൾ അതേപോലെ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ വയ്ക്കുമ്പോൾ രസം ടേസ്റ്റ് കിട്ടില്ല. അത് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതേ ടേസ്റ്റ് കിട്ടും. ആരും പറഞ്ഞു തരാത്ത രഹസ്യമാണിത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാളം പുളിയുടെ വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം കൂടി ഒഴിക്കുക. നമ്മൾ പുളി കൂടുതലായിരിക്കും. എന്നിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് അധികം തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ട് തിളയ്ക്കാൻ പാടുള്ളൂ. കൂടുതൽ വെട്ടി തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. അതാണ് അതിൻ്റെ രസത്തിൻ്റെ ഇത് കിടക്കുന്നത്. ഇത് പിന്നെ അതിനകത്താണ് ആ തക്കാളി ഓഫ് ചെയ്തതിന് ശേഷം ആ തക്കാളി ഇതിനകത്ത് വേവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, കായത്തിൻ്റെ പൊടി കുറച്ചതിനകത്തേക്ക് ഇടുക, കുറച്ച് മല്ലിയില ഇടുക. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് രസം ഉണ്ടാക്കി നോക്കൂ. ഇപ്പത്തന്നെ നല്ല മണമാണ് ഈ രസത്തിന് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. എല്ലാവർക്കും താങ്ക് യു. ബൈ.